സംസ്ഥാനത്ത് റേഷൻ വിതരണം ഇന്നു മുതൽ സ്തംഭനത്തിലേക്ക് നീങ്ങാൻ പോകുകയാണ്. വേതന പാക്കേജ് പരിഷ്കരണം ആവശ്യപ്പെട്ടുള്ള റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല സമരം ഇന്ന് തുടങ്ങുകയാണ്. സമരം പിൻവലിച്ചില്ലെങ്കിൽ ലൈസൻസ് റദ്ദാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്ന് ഭക്ഷ്യമന്ത്രി ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ സർക്കാരിന്റെ ഭീഷണി മറികടന്നാണ് ഇന്ന് വ്യാപാരികൾ സമരത്തിനൊരുങ്ങുന്നത്. ഭക്ഷ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ചും നടക്കുന്നുണ്ട്. സുനിഷ അയല്ലൂർ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് സുനിഷ അയല്ലൂർ. ഗുഡ് മോർണിംഗ് സുജയ. സമരം അവസാനിപ്പിച്ചില്ല, സമരം പിൻവലിച്ചില്ല എന്നുണ്ടെങ്കിൽ ലൈസൻസ് അടക്കം റദ്ദാകും, പറഞ്ഞില്ല എന്ന് വേണ്ട, സർക്കാർ ഇതാണ് പറഞ്ഞത്. പക്ഷേ റേഷൻ വ്യാപാരികൾ ആ ഭീഷണിക്കും വഴങ്ങുന്നില്ല എന്നാണോ സുനിഷ? അതെ, അങ്ങനെ തന്നെയാണ് സുജയ. അതായത് സർക്കാരിന്റെ മുന്നറിയിപ്പും ഇന്നലെ ഈ പറയുന്നത് പോലെ ലൈസൻസ് റദ്ദാക്കും, ഭക്ഷ്യസാധനങ്ങൾ തിരിച്ചെടുക്കുമെന്നതടക്കമുള്ള മുന്നറിയിപ്പുകൾ സർക്കാരിന്റെ ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും അതൊന്നും തന്നെ വില കൊണ്ടിട്ടില്ല. ഇനി സമരവുമായി മുന്നോട്ട് പോകും, തങ്ങളുടെ ആവശ്യങ്ങൾ ലഭിക്കുന്നത് വരെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നത് തന്നെയാണ് വ്യാപാരികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനെയൊരു സമരത്തിലേക്ക്, ഇനി അങ്ങോട്ട് അനിശ്ചിതകാല സമരത്തിലേക്ക് വ്യാപാരികൾ കടക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും സംസ്ഥാനത്ത് ഒട്ടാകെ നോക്കിയാൽ 14,000-ത്തിലധികം റേഷൻ കടകൾ ഇന്ന് അടഞ്ഞുകിടക്കുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ കൃത്യമായി റേഷൻ കടകൾ സ്തംഭിക്കുമെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ മാസം കഴിയാറായി ഏകദേശം 62.64% ആളുകൾ മാത്രമാണ് ഇപ്പോൾ റേഷൻ വാങ്ങിയിരിക്കുന്നത്. അടുത്ത ആളുകൾ ഒരുപക്ഷെ ഈ ഏറ്റവും എൻഡിലൊക്കെ ഈ മാസം അവസാനിക്കുമ്പോഴൊക്കെ സാധനം അരികളൊക്കെ വാങ്ങാനായി എത്തുന്നവരുണ്ടാകും. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് കടക്കുമെന്നത് തന്നെയാണ്. പ്രധാനമായും നിരവധി ആവശ്യങ്ങൾ അവർ നേരത്തെ ഉന്നയിച്ചിരുന്നു. അതിൽ ചില ആവശ്യങ്ങൾ സർക്കാരുമായുള്ള ചർച്ചയിൽ പരിഗണിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അത് വേതന പരിഷ്കരണം വേണമെന്നുള്ളത് തന്നെയാണ്. അതിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്താനോ പരിഹാരമുണ്ടാക്കാനോ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നില്ല എന്നത് തന്നെയാണ് വ്യാപാരികൾ പറയുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചാണ് ഇത് പറയുന്നതെങ്കിൽ പോലും അതിലൊന്നും തന്നെ, ആ നീതീകരണത്തിലൊന്നും തന്നെ ഇവർ വഴങ്ങുന്നില്ല എന്നത് തന്നെയാണ്. കൃത്യമായി ശമ്പള പരിഷ്കരണം, വേതന പരിഷ്കരണം ആവശ്യമാണ് എന്നത് തന്നെയാണ് ഈ ജീവനക്കാർ, വ്യാപാരികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സമരത്തിലേക്കും കടക്കുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിയോട് പറഞ്ഞപ്പോഴും പറഞ്ഞത് ഘട്ടം ഘട്ടമായി, അതായത് ചർച്ച ഇവിടെ അവസാനിച്ചിട്ടില്ല, പക്ഷേ ഘട്ടം ഘട്ടമായി തന്നെ ഇവരുമായി ചർച്ച നടത്തിക്കൊണ്ട് ഇവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുമെന്നുള്ളതായിരുന്നു ധനമന്ത്രി പറഞ്ഞത്. ഒപ്പം തന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയും പറഞ്ഞത്. പക്ഷേ എന്നാലും പോലും ഈ സമരവുമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് കണ്ടതോടെയാണ് കഴിഞ്ഞ ദിവസം ഭക്ഷ്യവകുപ്പ് തന്നെ ഈ നിലപാട് കടുപ്പിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഭക്ഷ്യസാധനങ്ങൾ, അതായത് ഇന്നു മുതൽ റേഷൻ കടകൾ അടച്ചു കിടക്കുകയാണെങ്കിൽ ഭക്ഷ്യസാധനങ്ങൾ തിരിച്ചെടുക്കുമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ ഇതിൽ ലൈസൻസ് നൽകുന്നത് സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ലൈസൻസ് റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വന്നാൽ അങ്ങനെയും കടക്കുമെന്നതാണ്. നിലവിൽ 8 മണിക്കാണ് സാധാരണ രീതിയിൽ റേഷൻ കട തുറക്കേണ്ടത്. നമ്മളിപ്പോൾ റേഷൻ കടയ്ക്ക് മുന്നിലാണുള്ളത്. ഏതായാലും 7:15 ആവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ 8 മണിക്ക് ഇതെന്തായാലും തുറക്കാതിരിക്കുമ്പോൾ ആളുകൾ എത്തുന്നു, അവർക്കത് പ്രതിസന്ധിയാകുമോ എന്നത് തന്നെയാണ് നിലവിൽ അറിയേണ്ടത്. ഇനി സമരക്കാർ പറയുന്ന ചില കാര്യങ്ങൾ, അതായത് 7 വർഷം മുമ്പാണ് ഈ വേതന പരിഷ്കരണം, ആദ്യം ഈ വേതന പരിഷ്കരണ പാക്കേജ് നടപ്പാക്കുന്നത്. അന്ന് അവർ ചില എതിർപ്പുകൾ പറഞ്ഞെങ്കിലും അന്ന് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് എന്ന് പറയുന്നത് കാലാനുസൃതമായി മാറ്റം സംഭവിക്കാം, അതായത് 6 മാസം 1 വർഷത്തിനകം തന്നെ ഈ വേതന പാക്കേജിൽ മാറ്റം വരുത്തുമെന്നായിരുന്നു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷേ 7 വർഷം ഇപ്പോഴേക്ക് എത്തുമ്പോൾ പോലും അതിലൊരു മാറ്റം വന്നിട്ടില്ലല്ലോ എന്ന ചോദ്യമാണ് വ്യാപാരികൾ ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ 2 മന്ത്രിമാർ, ധനമന്ത്രിയും ഭക്ഷ്യവകുപ്പ് മന്ത്രിയും നടത്തിയ ചർച്ചയിൽ തീരുമാനമായിട്ടില്ല. പക്ഷേ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് വേതന പരിഷ്കരണം ഉണ്ടാക്കുമെന്നുള്ള സന്ദേശം അയച്ചിരിക്കുന്നു. സുനിഷ, ഈ മാസം റേഷൻ കടയിൽ നിന്ന് ആട്ട കിട്ടിയില്ല, ഈ മാസം തീരാൻ ഏതാനും ദിവസം മാത്രം, അതും ഒരു കാര്യമാണ്. സാധനങ്ങളൊന്നും ഈ മാസം സ്റ്റോക്ക് എത്തിയില്ല. 25 ദിവസമായിരുന്നു വാതിൽപ്പടി സേവനത്തിന്റെ സമരം നീണ്ടത്. ആ സമരം ഒന്ന് അവസാനിപ്പിക്കുമ്പോൾ റേഷൻ കട വ്യാപാരികളുടെ കടയുടമകൾ കടയടച്ചിട്ടുള്ള സമരമായിരിക്കുന്നു. അപ്പോൾ സിദ്ദിഖിനെ പോലെയുള്ള ആളുകൾക്ക് ആട്ട കിട്ടിയിട്ടില്ല എന്നതും ഒരു വസ്തുതയാണല്ലേ സുനിഷ? ഉറപ്പായിട്ടും ഇത്തവണ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു റേഷൻ കടയിലേക്ക് വരുമ്പോൾ തന്നെ ഏറ്റവും വലിയ പ്രശ്നവും അത് തന്നെയായിരുന്നു. കാരണം നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരം, അതുകൊണ്ട് തന്നെ കൂടുതൽ സാധനങ്ങൾ എത്താത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സാധനങ്ങൾ കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അവരുടെ നീണ്ട സമരം ഒത്തുതീർപ്പായതിനു ശേഷമാണ് ഇതാ വീണ്ടും റേഷൻ വ്യാപാരികൾ സമരത്തിലേക്ക് കടക്കുന്നത്. സാധനങ്ങൾ എത്തിക്കുകയാണെങ്കിൽ പോലും ആ സാധനങ്ങൾ വാങ്ങില്ല എന്നതാണ് വ്യാപാരികൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടയടപ്പ് സമരം നടത്തുന്നതുകൊണ്ട് ഇനി ഈ സാധനങ്ങൾ എത്തിക്കുകയാണെങ്കിൽ
പോലും അത് വാങ്ങാൻ തയ്യാറാകില്ല എന്നതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സാധാരണക്കാർ വലിയ രീതിയിൽ എന്നതിൽ സംശയമില്ല. കാരണം നമുക്ക് എന്തായാലും 8 മണിയാകുമ്പോൾ വീണ്ടും എത്താം സുനിഷയിലേക്ക്. ബദലായി സാധനങ്ങൾ വിതരണം ചെയ്യാനുള്ള ക്രമീകരണത്തിലേക്ക് വരെ പോകുമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അവിടെ ആളുകൾ പതിവ് പോലെ തിങ്കളാഴ്ചയാകുമ്പോൾ ഈ വാർത്തയൊക്കെ ഇന്നത്തെ സമരത്തിന്റെ കാര്യമൊന്നും അറിയാതെയും കുറച്ച് മനുഷ്യർ റേഷൻ കടകളിലേക്ക് പതിവ് പോലെ രാവിലെ 8 മണിയാകുമ്പോൾ വരുന്ന ആളുകൾ ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ സാധനം കിട്ടാത്തവർ ഈ വാതിൽപ്പടി സേവനത്തിന്റെ സമരം തീർന്നല്ലോ, അപ്പോൾ സാധനങ്ങൾ എത്തുമല്ലോ എന്നൊക്കെ പ്രതീക്ഷിച്ച് വരുന്നവരുണ്ടാകും. അവരോട് എന്താണ് മറുപടി പറയുക എന്ന കാര്യവും നിൽക്കുന്നു. ആളുകൾക്ക് സേവനങ്ങൾ കൃത്യമായി പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ ഉറപ്പാക്കുക എന്ന ഒരു ലക്ഷ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതേസമയം തന്നെയാണ് വേതനമടക്കമുള്ള കാര്യങ്ങളിൽ റേഷൻ കടയുടമകൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അതും ന്യായമാണ്. ഇതിനിടയിൽപ്പെട്ട് ഞെരുങ്ങുന്നത് മന്ത്രി GR അനിലാണ്. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാശില്ല കൊടുക്കാൻ, കിട്ടുമ്പോൾ തരാം എന്ന് പറഞ്ഞു നോക്കി, പക്ഷെ കിട്ടുമ്പോൾ കിട്ടിയാൽ പോരാ, ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ് എന്ന് റേഷൻ കട ഉടമകളും പറയുന്നു. അതാണ് ഈ പ്രതിസന്ധിയുടെ ഒരു ആകെ തുക എന്ന് പറയുന്നത്.